നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാനും നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന താരനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി മാജിക്കൽ ടോണറാണ്. ഒരു സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ടോണറാണിത്. കൊഴിച്ചിലുള്ളവരും മുടിക്ക് തിക്നെസ് കുറവുള്ളവരും താരന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരും വീടുകളിൽ കാണുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. നമുക്കിനി ടോണർ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സവോളയുടെ തൊലിയാണ്. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ സവോള ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സവോളയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നമ്മുടെ സവോളയുടെ തൊലിയിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സവോളയുടെ തൊലി നമുക്ക് ഡെയിലി നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ് സവോള. അപ്പോൾ എന്ന് നമ്മൾ എടുക്കുന്ന സവോളയുടെ തൊലി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഹെയർ ടോണർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. സവോളയുടെ തൊലിയിൽ നന്നായിട്ട് അഴുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 3 പ്രാവശ്യം കഴുകിയിട്ടാണ് ടോണർ ഉണ്ടാക്കാനായിട്ട് ഈ തൊലി യൂസ് ചെയ്യുന്നത്. നമ്മൾ സവോളയുടെ തൊലി നമ്മൾ ഹെയർ ടോണറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന മാറ്റിയെടുക്കാനും പുതിയ മുടികൾ തലയൊട്ടികളിൽ കിളിർത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സാധാരണക്കാർക്കൊക്കെ ഹെയർ ടോണറുകളൊക്കെ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും അടുക്കളകളിൽ കാണുന്ന നമ്മൾ വെറുതെ കളയുന്ന ഒന്നാണല്ലോ സവോളയുടെ തൊലി. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഒരു ഹെയർ ടോണർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ ടോണർ തയ്യാറാക്കിയെടുത്തത്. മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലീഫാണ് കറിവേപ്പില. ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഈ ഇലയിൽ ആന്റി ഓക്സിഡൻസ് വളരെ റിച്ച് ആയിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് കറിവേപ്പില ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഡെയിലി ഒരു 5 കറിവേപ്പില വരെ കഴിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 6 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ടോണർ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. മുടി പെട്ടെന്ന് തന്നെ തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനൊക്കെ നമ്മൾ ഡെയിലി കറിവേപ്പില ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. താരൻ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുടി തിക്നെസ് വെക്കാനൊക്കെ വളരെ നല്ലതാണ് ഉലുവ യൂസ് ചെയ്യുന്നത്. ഉലുവയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, ധാരാളം പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും. ഇന്നലെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഉലുവ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 12 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഉലുവ ടോണർ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. താരൻ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ. ഉലുവ അരച്ച് തലയിൽ തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ടോണർ ധൈര്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഉലുവ കുതിർക്കാനായിട്ട് വെച്ച വെള്ളം നിങ്ങൾ കളയരുത്, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. 2 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എനിക്ക് സഹിക്കാൻ പറ്റാത്ത മുടി കൊഴിച്ചിലുണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഈ ടോണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പൊ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. മക്കൾ സ്കൂളിൽ പോണ കാരണം ഇടയ്ക്കിടയ്ക്ക് അവരുടെ തലയിൽ താരന്റെ പ്രശ്നം വരാറുണ്ട്. ആ സമയത്ത് ഞാൻ ഈ ടോണറാണ് തലയിൽ തേച്ച് കൊടുക്കാറ്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ചെമ്പരത്തിത്താളി ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും താരൻ മാറ്റിയെടുക്കാനും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണറാണിത്. പിന്നെ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒന്നുമില്ല, എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും സവോളയുടെ തൊലിയൊക്കെ. ഇനി സവോളയുടെ തൊലി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു സവോളയുടെ പകുതി ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഈ ടോണർ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. 2 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മളുടെ ടോണർ മാറ്റിയിട്ടുണ്ട്. തലയോട്ടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് ഓയിലും മുടിയിലും തലയോട്ടിയിലും തേച്ച് കൊടുത്തിട്ട് മുടിയുടെ ജടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ടോണർ തേച്ച് കൊടുക്കാനായിട്ട്. തേച്ച് കൊടുത്തതിന് ശേഷം മുടി ഫ്രണ്ടിലേക്ക് കുനിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ ആഴ്ചയിൽ 1 ദിവസം വൈറ്റമിൻ ഇയും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ.
അപ്പൊ എനിക്ക് മുടിയിൽ തേച്ച് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മക്കൾ വഴക്കായത് കാരണം മുടിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാൻ. കഴിവതും ഷാമ്പു യൂസ് ചെയ്യാതെ ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഷാമ്പു ഉപയോഗിക്കണം നിർബന്ധം ഉള്ളവർ കെമിക്കൽ ഇല്ലാത്ത ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്തെടുക്കുക. 14 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടിപ്പ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ടിപ്പ് വന്നിട്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനും മുടി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാനും ഡെയിലി മീൻ ഗുളിക കഴിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ 14 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നാളെ ഡേ 4 ആണ്. നാളെ നിങ്ങൾ ഒന്നും മുടിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണ്ട. മോർണിംഗ് ഹെയർ കെയർ ചെയ്ത് കൊടുക്കണം, നൈറ്റ് ഹെയർ കെയറും ചെയ്ത് കൊടുക്കുക. എത്ര മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇന്ന് മോർണിംഗ് ഹെയർ കെയർ ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. നൈറ്റ് ഹെയർ കെയറും ചെയ്യണം. അതുപോലെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ഉണക്കിയെടുക്കണം. മുടിയുടെ ജട കൈകൾ ഉപയോഗിച്ച് നന്നായിട്ട് നീക്കം ചെയ്തതിന് ശേഷം ഭദ്രമായിട്ട് മുടി കെട്ടിവെക്കണം. അപ്പം നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ വീഡിയോ വഴി ഒന്ന് അറിയിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാവരും മസാജൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. മസാജ് ചെയ്യാനായിട്ട് മറക്കരുത്. ഹെയർ മസാജ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക. എന്താണേലും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേ 1ഉം 2ഉം നിങ്ങൾ കാണാൻ മറക്കരുത്. ഒരു വീഡിയോയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ഇങ്ങോട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.